നമുക്കൊരു ദൂരയാത്ര പോകണമെന്നിരിക്കട്ടെ, നമ്മൾ ആരെങ്കിലും എമർജൻസി പർപ്പസ് അല്ലാത്ത സമയങ്ങളിൽ രാവിലെ എണീച്ച് കിട്ടുന്ന ബസ്സിന് കയറി ഭൂമിയുണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ചെല്ലാം എന്ന് കരുതി പോകാറുണ്ട്. പലപ്പോഴും ഇല്ല, നമ്മളവിടെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിളിക്കും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് അവിടെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കും. എന്നിട്ട് അങ്ങോട്ടുള്ള ഏറ്റവും നല്ല റോഡ് ഏതാണ്, ഏറ്റവും വേഗം എത്തുന്ന റോഡാണ് എന്നെല്ലാം അന്വേഷിക്കും. അവിടെ താമസ സൗകര്യമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് വളരെ പ്രിപ്പയർഡായിട്ട് ആവശ്യമുള്ള ഡ്രസ്സുകളും എല്ലാമായിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ആ യാത്ര വളരെ കംഫർട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ ആരെങ്കിലും ഒരു കല്യാണം വിളിച്ചെന്നിരിക്കട്ടെ, നമ്മൾ 2-3 ദിവസം മുന്നേ തന്നെ അതിനുവേണ്ടി എല്ലാ പ്രിപ്പറേഷനും ചെയ്ത് വളരെ ഡ്രസ്സൊക്കെ വളരെ ഭംഗിയായി അലക്കി തേച്ച് നമ്മൾ ആ കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് വളരെ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്, വളരെ ഹാപ്പിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. ജീവിതത്തിലെ ചെറുതും വലുതുമായ കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ അതെല്ലാം നമുക്ക് വളരെ ഈസിയസ്റ്റ് ആയിട്ട് തോന്നാറുണ്ട്. അങ്ങനെയൊക്കെയാണെന്നിരിക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തെ തന്നെ നിർണ്ണയിക്കുന്ന പഠന മേഖലകളും തൊഴിൽ മേഖലകളും തിരഞ്ഞെടുക്കുന്നതിന് നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആകാത്തത്, നേരത്തെ പ്ലാൻഡ് ആവാത്തത്? ഏതെങ്കിലും ഒരു എക്സാം കഴിയട്ടെ എന്നിട്ട് തീരുമാനിക്കാം അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നൊക്കെ ചിന്തിച്ചിരിക്കരുത്. എത്രയും നേരത്തെ നമ്മുടെ കുട്ടികളുടെ സ്കില്ലും പൊട്ടൻഷ്യാലിറ്റിയും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു, അത്രയും നേരത്തെ അവരെ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ആ കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ ആ തൊഴിൽ മേഖലകളിലേക്ക് അവരെ പ്രിപ്പയർ ആക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ വരുന്നൊരു കുട്ടിക്ക് അവിടെ വളരെ സ്മാർട്ടായിട്ട് അവിടെ ഏറ്റവും ഭംഗിയായിട്ട് അവരുടെ പഠന മേഖലയും തൊഴിൽ മേഖലയും എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളുടെ കുട്ടികളെ ഇന്ന് നിരവധിയായ അസസ്മെന്റുകളെല്ലാം നമുക്ക് ലഭ്യമാണ്. കരിയർ ഗൈഡൻസുകളും അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ലഭ്യമാകുന്നിടത്ത് നിങ്ങൾ അതിന് വിധേയരാകുക. നിങ്ങളുടെ കുട്ടികളെ അതിന് വിധേയരാക്കി അവരെ മിടുക്കരാക്കി വളർത്തുക. അങ്ങനെ എല്ലാവർക്കും ജീവിത വിജയം സാധ്യമാകട്ടെ. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു.